ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പോള റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഈ എണ്ണ പലഹാരം തന്നെ കഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇന്നൊരു പോള റെഡിയാക്കാനാണ് കേട്ടോ. അപ്പോൾ ആ കോഴിമുട്ടയ്ക്ക് ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ടീസ്പൂണുള്ള ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പോളയാണ്. നമുക്ക് നോമ്പ് തുറക്കൊക്കെ ആയിട്ട് എന്നും എണ്ണ പലഹാരം തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എണ്ണയൊന്നുമില്ലാതെ ഒരു പാനിലുണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പോളയാണ്. അപ്പോൾ ആ 2 കോഴിമുട്ട നമുക്ക് ഏത് ടീസ്പൂണോ കയ്യിലോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇനി ബ്രെഡൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനൊരു 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് എടുത്തതാണ്. കൂടുതൽ വേണമെങ്കിൽ മുട്ടയും ബ്രെഡൊക്കെ അളവിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. ഞങ്ങളാകെ 3 പേരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഒരു കുഞ്ഞി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ മുട്ടയിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പോ ചേർത്തതിലേക്ക് ബ്രെഡും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ആ കോഴിമുട്ട ഇതും കൂടി ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അല്ലാതെ നന്നായിട്ട് പൊടിയണമെന്നില്ല കേട്ടോ. അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ആ മുട്ടയിലൊന്ന് മുങ്ങി കിട്ടണം, ഒന്ന് നനഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. 2 കോഴിമുട്ട നമ്മളവിടെ പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കറിവേപ്പിലയാണ്. മല്ലിയില എൻ്റെ അടുത്തില്ല. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവും. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേവിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ആ പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ മിക്സ്, ബ്രെഡിൻ്റെയും മുട്ടയുടെ മിക്സ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോകും. നമ്മൾ കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ടിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഇതിൽ പരത്തി വെക്കാം. ഞങ്ങൾ കുറച്ചായതുകൊണ്ട് പാന് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് അതിൻ്റെ നടുവിലായിട്ട് മാത്രം അങ്ങനെ പരത്തി വെക്കുക കേട്ടോ. അത് കറക്റ്റുള്ള കുഞ്ഞ് പാനോ പാത്രങ്ങളിലോ എന്തെങ്കിലും ആണെങ്കിൽ കറക്റ്റ് കിട്ടും. അപ്പോൾ അതിലങ്ങനെ പരത്തി റെഡിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡും മുട്ടയൊക്കെ അല്ലേ, പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതിന് ഒരുവിധ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഇനി അതിൻ്റെ മീതെ നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടയുടെ പീസും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ബ്രെഡിലിങ്ങനെ അമുക്കി വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മീതെ നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ, ഒരു എരിവൊക്കെ ഉള്ള ഒരു പോളയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മീതെ വിതറി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് പിന്നെ ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ മീതെ നമുക്കിങ്ങനെ കുടഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക, തീ ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അതാ പോള റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ, സിമ്പിളാണ്. പിന്നെ നമുക്കൊരു വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പണിയുള്ളൂ, സിമ്പിളായിട്ട് നോമ്പ് തുറക്കണ്ടനാക്കാൻ പറ്റിയതാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതാ പോള റെഡിയായി. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 4 പീസാക്കിയിട്ട് എടുക്കാം. ഇതൊരു പീസൊക്കെ കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നോമ്പ് തുറക്കുന്ന ടൈമിനെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. നമുക്ക് റവ കാച്ചിയത്, തരി കാച്ചിയത് എന്നൊക്കെ പറയില്ല, അതുണ്ടായിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം, ഇത് ചെറുനാരങ്ങയും ഇഞ്ചിയൊക്കെ അടിച്ചിട്ടുള്ള ലൈമാണ് കേട്ടോ. അതും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ കുഞ്ഞിനൊരു നോമ്പ് പറയാണ്. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ